നമസ്കാരം. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും പറഞ്ഞു തീർക്കാൻ പറ്റാതെ ഒരു ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരു പേടി നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? എങ്കിൽ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ നാ ഗുഠ്തേ രഹിയേ നാ ഭയഭീത് ഹോയിയേ എന്ന ഹിന്ദി ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ വിവരണത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തെ തടവിലാക്കുന്ന ഈ രണ്ട് മാനസിക ശത്രുക്കളെ എങ്ങനെ നേരിടാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത്, മനുഷ്യന്റെ മനസ്സിനെ എപ്പോഴും ബന്ധിക്കുന്ന രണ്ട് വലിയ ശക്തികളുണ്ട്. ഒന്ന് അടിച്ചമർത്തൽ, രണ്ട് ഭയം. രണ്ടും മാനസികമായൊരു ബാലൻസില്ലായ്മയുടെ രണ്ട് വശങ്ങളാണെന്ന് പറയാം. ഒന്ന്, നമ്മൾ പ്രകടിപ്പിക്കാത്ത വികാരങ്ങൾ ഉള്ളിൽ കിടന്ന് ഉണ്ടാക്കുന്ന ഒരു തരം ശ്വാസം മുട്ടലാണ്. രണ്ടാമത്തേത്, നമ്മുടെ ഉള്ളിലെ ബലഹീനത പുറത്തേക്ക് പ്രതിഫലിക്കുന്നതും. ശരി, അപ്പൊ നമുക്ക് ആദ്യം ഈ രണ്ട് ആന്തരിക ജയിലുകളെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ മനസ്സിന്റെ താളം തെറ്റിക്കുന്ന ഇവയുടെ ഉറവിടം എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി കണ്ടെത്താൻ സാധിക്കൂ. ഈ ഗ്രന്ഥം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോറാണ് ശരീരത്തിന്റെ കമാൻഡ് സെന്റർ. അപ്പോ ഈ അടിച്ചമർത്തൽ കൊണ്ടോ ഭയം കൊണ്ടോ അവിടുത്തെ സന്തുലിതാവസ്ഥ തെറ്റുമ്പോൾ ശരീരം മൊത്തത്തിലുള്ള അതിന്റെ കൺട്രോൾ അങ്ങ് നഷ്ടപ്പെടും. ഒരു കപ്പലിന്റെ ക്യാപ്റ്റന് നിയന്ത്രണം പോയാൽ എങ്ങനെയുണ്ടാകും? അതുപോലെ ഈ മാനസിക അസന്തുലിതാവസ്ഥ നമ്മുടെ നാഡീവ്യവസ്ഥയിലൂടെ ശരീരം മുഴുവൻ തെറ്റായ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ഈ അടിച്ചമർത്തൽ അല്ലെങ്കിൽ ഘുടൻ എന്ന് പറയുന്ന ഒരുതരം നിശബ്ദ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി നോക്കാം. നമ്മൾ പുറത്തു പറയാത്ത വികാരങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ രോഗിയാക്കി മാറ്റുന്നതെന്ന് കാണാം. ഈ ഗ്രന്ഥം ഒരു വലിയ മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ഉള്ളിലെ മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഒന്നുകിൽ സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തിയിലൂടെയോ പുറത്തുവരാനൊരു അവസരം കിട്ടണം. ഇനി അഥവാ കിട്ടിയില്ലെങ്കിലോ ആ പ്രഷർ നേരെ തിരിഞ്ഞ് നമ്മുടെ ശരീരത്തിലെ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന സിസ്റ്റങ്ങളെ, അതായത് ഹൃദയമിടിപ്പ്, ദഹനം പോലുള്ളവയെ വിഷലിപ്തമാക്കാൻ തുടങ്ങും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിന്റെ ഒരു ചെയിൻ റിയാക്ഷനാണ് ഈ കാണിക്കുന്നത്. ആദ്യം മനസ്സിൽ ഒരു സങ്കടമോ ദുരിതമോ ഉണ്ടാകുന്നു. ചിലപ്പോൾ നാണക്കേടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിച്ചോ നമ്മൾ ആ വികാരത്തെ ഉള്ളിൽ തന്നെ ഒതുക്കുന്നു. ഈ അടിച്ചമർത്തപ്പെട്ട ഊർജ്ജം ഒരു വിഷം പോലെ നമ്മുടെ ശരീരത്തിൽ പടരുന്നു. ഇത് പതിയെ പതിയെ നമ്മുടെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് വയറ്റിൽ അൾസർ വരുന്നതുപോലെ. ഇതിനെയാണ് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്ന് പറയുന്നത്. അതായത്, മനസ്സ് കാരണമുണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ. പുസ്തകം പഴയ കാലവും ഇന്നത്തെ കാലവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പണ്ടുള്ള ആളുകൾ വളരെ ലളിതമായ ജീവിതമായിരുന്നു ജീവിച്ചിരുന്നത്. അവരുടെ മനസ്സിൽ കളങ്കമില്ലായിരുന്നു, പേടിയുമില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ ഇന്നത്തെ പോലെ മാനസിക രോഗങ്ങളുടെ ഒരു പ്രളയം അക്കാലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ആധുനിക സങ്കീർണമായ ജീവിതശൈലി തന്നെയാണ് ഈ മനോശാരീരിക രോഗങ്ങൾ കൂടാൻ കാരണമെന്ന് വ്യക്തം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്: നമ്മൾ പുരോഗതി എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കുകയാണോ? അപ്പോ ഈ അപകടകരമായ ആന്തരിക സമ്മർദ്ദം നമ്മളെ നശിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെ പുറത്തുവിടാൻ സാധിക്കും? അതിനുള്ള ആരോഗ്യകരമായ വഴികൾ എന്തൊക്കെയാണ്? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നത്. ഒരു നിമിഷത്തെ ദേഷ്യം പ്രകടിപ്പിച്ച് ആ ചൂടടങ്ങുന്നതാണ് നല്ലത്. കാരണം ആ ഊർജ്ജത്തെ നമ്മൾ ഉള്ളിൽ അടിച്ചമർത്തിയാൽ അത് പിന്നീട് വെറുമൊരു വികാരമായിരിക്കില്ല. അത് വെറുപ്പും വിദ്വേഷവുമായി നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ വേരുന്നാൻ തുടങ്ങും. പിന്നൊരു ചെറിയ തീപ്പൊരി മതി അത് വലിയൊരു പ്രതികാരമായി പൊട്ടിത്തെറിക്കാൻ. അപ്പോൾ നമ്മുടെ ഈ വൈകാരിക ഊർജ്ജം പുറത്തുവിടാനുള്ള ശരിയായ പവിത്രമായ വഴികൾ എന്തൊക്കെയാണ്? ഈ ഊർജ്ജത്തെ നശിപ്പിക്കുന്നതിനു പകരം അതിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്താം അല്ലെങ്കിൽ ഉദാത്തീകരിക്കാം എന്നീ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ വികാരങ്ങളെ അടിച്ചമർത്തുന്നതിനു പകരം ഈ പറയുന്ന ക്രിയാത്മക വഴികളിലൂടെ അവയെ നല്ല രീതിയിൽ പുറത്തുവിടാം. ഒന്നാമതായി, വിശ്വസ്തനായ ഒരു സുഹൃത്തിനോട് മനസ്സ് തുറക്കുക. കാരണം പങ്കുവെക്കുമ്പോൾ തന്നെ ഭാരം പകുതിയാകും. അല്ലെങ്കിൽ സംഗീതം, സാഹിത്യം പോലുള്ള കലകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുക. നമ്മുടെ വേദനയെ സൗന്ദര്യമാക്കി മാറ്റുക. കുട്ടികളോടൊപ്പം നിഷ്കളങ്കമായി കളിക്കുക. അവരുടെ ചിരി നമ്മുടെ ഉള്ളിലെ മുറിവുകളെ ഉണക്കാൻ സഹായിക്കും. സഹോദര സഹോദരി ബന്ധം പോലുള്ള പരിശുദ്ധമായ സ്നേഹബന്ധങ്ങൾ വളർത്തിയെടുക്കുക. പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സേവിക്കുക. ഇത് നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി ഒരുതരം സംതൃപ്തി നൽകും. അവസാനമായി, നമ്മൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യുക. ഇത് ഉള്ളിലെ കുറ്റബോധമില്ലാതാക്കി മനസ്സിനെ ശുദ്ധീകരിക്കും. ഇതൊക്കെയാണ് ആന്തരിക സമ്മർദ്ദത്തെ ആരോഗ്യകരമായി പുറത്തുവിടാനുള്ള വഴികൾ. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ ജയിലിലേക്ക് കടക്കാം: ഭയം. നമ്മളെ തളർത്തിക്കളയുന്ന ഈ ശത്രു യഥാർത്ഥത്തിൽ ഒരു മിഥ്യാബോധം മാത്രമാണോ?
അതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നത്? നമുക്ക് നോക്കാം. ഭയത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു കിടിലൻ പുരാണകഥ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മരണത്തിന്റെ ദേവനായ യമരാജാവും ഒരു മഹാമാരിയും തമ്മിലുള്ള ഒരു കഥ. കഥ ഇങ്ങനെയാണ്. യമരാജാവ് മഹാമാരിക്ക് ഒരു കൽപ്പന കൊടുത്തു. ഭൂമിയിൽ പോയി 5000 ആത്മാക്കളെ കൊണ്ടുവരൂ. എന്നാൽ മഹാമാരി തിരിച്ചു വന്നപ്പോൾ കൂടെയുണ്ടായിരുന്നത് 15000 ആത്മാക്കളായിരുന്നു, പറഞ്ഞതിലും 3 ഇരട്ടി. യമരാജാവ് ദേഷ്യത്തോടെ ചോദിച്ചു, എന്തിനാണ് ഞാൻ പറഞ്ഞതിലും 3 ഇരട്ടി ആളുകളെ കൊന്നത്? അപ്പോൾ മഹാമാരിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, പ്രഭു, ഞാൻ 5000 പേരെ മാത്രമേ കൊന്നുള്ളൂ. ബാക്കി 10000 പേരും മരിച്ചത് രോഗം കൊണ്ടല്ല, ഭയം കൊണ്ട് മാത്രമാണ്. ഈ കഥ ഒരു വലിയ സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ പേടിക്കുന്ന ആ ഒരു വസ്തുവിനേക്കാൾ വലിയ കൊലയാളി പലപ്പോഴും ഭയം തന്നെയാണ്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭയം എന്നത് പുറത്തുള്ളൊരു ശക്തിയല്ല, അത് വെല്ലുവിളികളെ നേരിടാൻ എനിക്ക് കഴിയില്ല എന്ന നമ്മുടെ ഉള്ളിലെ ബലഹീനതയുടെ ഒരു പ്രതിഫലനം മാത്രാണ്. ലോകം ഒരു കണ്ണാടി പോലെയാണ്. നമ്മുടെ ഉള്ളിലെ ഭീരുത്വമുണ്ടെങ്കിൽ പുറത്തു നോക്കുമ്പോൾ എല്ലായിടത്തും നമ്മൾ ഭീഷണികളും അപകടങ്ങളും മാത്രമേ കാണുകയുള്ളൂ. ഭയം ഒരു മിഥ്യാബോധമാണെങ്കിൽ അതിനെ മറികടന്ന് നിർഭയത്വം നേടാനും ഒരു വഴിയുണ്ടാകുമല്ലോ. യാഥാർത്ഥ്യത്തെ നേരിടാനുള്ള ധൈര്യം എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ ശരിക്കും എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? പ്രേതങ്ങളെ, ഗ്രഹങ്ങളെ, ജ്യോതിഷത്തെ, മറ്റുള്ളവരുടെ അധികാരത്തെ? ഇതൊക്കെ വെറും മിഥ്യകളാണെന്ന് ഈ പുസ്തകം പറയുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരേയൊരു കാര്യമേ ഉള്ളൂ, നമ്മുടെ സ്വന്തം തെറ്റായ പ്രവൃത്തികളെയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും. കാരണം പുറത്തുനിന്നുള്ള ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല, നമ്മുടെ സ്വന്തം കർമ്മഫലത്തിനല്ലാതെ. അറിവ് എങ്ങനെയാണ് ഭയത്തെ ഇല്ലാതാക്കുന്നതെന്നതിന് ഒരു മികച്ച ഉദാഹരണമുണ്ട്. പണ്ട് മനുഷ്യർ സൂര്യഗ്രഹണത്തെയും വാൾനക്ഷത്രങ്ങളെയും വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അതൊക്കെ ദൈവങ്ങൾ കോപിക്കുന്നതാണെന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ ശാസ്ത്രം വളർന്നപ്പോൾ അതൊക്കെ സാധാരണ ആകാശപ്രതിഭാസങ്ങൾ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തുപറ്റി? അജ്ഞത മാറിയപ്പോൾ ഭയവും അപ്രത്യക്ഷമായി. അതുപോലെ നമ്മളെക്കുറിച്ചുള്ള ശരിയായ അറിവ്, അതായത് ആത്മജ്ഞാനം, നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെക്കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഇല്ലാതാക്കും. അതുകൊണ്ട് യഥാർത്ഥ പരിഹാരം പുറത്തുള്ള ലോകത്തെ മാറ്റുന്നതിലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ശക്തി വർദ്ധിപ്പിക്കുന്നതിലാണ്. നമ്മുടെ ഉള്ളം ശുദ്ധിയാക്കുന്നതിലൂടെ എങ്ങനെ ഒരു മാനസിക സ്ഥിരത കണ്ടെത്താം? ഈ ചർച്ചയുടെ എല്ലാം കാതലായ ആശയം ഈ ഒരു വാചകത്തിലുണ്ട്. ഈ ലോകത്തിൽ ഭയപ്പെടാൻ ഒരു കാരണവുമില്ല, നമ്മുടെ മനസ്സിന്റെ ബലഹീനതയല്ലാതെ. അതിന്റെ അർത്ഥം യുദ്ധം മുഴുവൻ നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. വിവേകമുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ വിജയം നേടാനാവൂ. അതുകൊണ്ട് യഥാർത്ഥ ആരാധന അഥവാ ഉപാസന എന്ന് പറയുന്നത് പുറമേയുള്ള ചടങ്ങുകൾ മാത്രമല്ല, അത് നമ്മുടെ വികാരങ്ങളെ ശുദ്ധീകരിച്ച് ഉയർന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ആന്തരിക പ്രക്രിയയാണ്. ഈ ആത്മശുദ്ധീകരണത്തിലൂടെയാണ് നമുക്ക് ശരിയായ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ലഭിക്കുന്നത്. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഇന്ന് നിങ്ങൾ ഏത് മിഥ്യാബോധത്തെയാണ് തകർക്കാൻ പോകുന്നത്? ഏത് ഭയത്തെ, ഏത് അടിച്ചമർത്തലിനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ യഥാർത്ഥ നിർഭയമായ സ്വഭാവത്തിലേക്ക് ചുവടുവെക്കാൻ നിങ്ങൾ തയ്യാറാണോ?